സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷ്വലാണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഹാഷ്മി താജ് ഇബ്രാഹിം എന്ന് പറഞ്ഞ 24 ന്യൂസിലെ അവതാരകൻ ഒരു കോടതി വരാന്തയിൽ വന്ന് യഥാർത്ഥ കോടതിക്ക് മുമ്പിൽ നിൽക്കുന്ന പുള്ളി ചാനൽ ചർച്ചയിൽ ജഡ്ജിയും വക്കീലും സുപ്രീം കോടതി ജഡ്ജിയൊക്കെ പുള്ളിക്കാരനാണ്. ഇതുപോലെ കുറേ മാധ്യമപ്രവർത്തനം നമ്മുടെ നാട്ടിലുണ്ട്. യഥാർത്ഥ കോടതി വരാന്തയിൽ പുള്ളിക്കാരനൊക്കെ വന്ന് നിൽക്കുന്ന കാണാൻ നേരത്ത് ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ നല്ലതാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. കാരണം ഇവരുടെയൊക്കെ പെർഫോമൻസ് ചില സമയത്ത് ഇച്ചിരി ഓവറായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒട്ടും താല്പര്യം തോന്നട്ട ഓവറായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകയോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പേര് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. എന്നിട്ട് കാര്യത്തേക്ക് എന്താണ് പ്രശ്നം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇടതുപക്ഷ പ്രൊഫൈലുകളാണ് ഈ ഹാഷ്മി താജ് ഇബ്രാഹിമിനെ ഇങ്ങനെ കോടതിയിൽ വരാതെ കണ്ടു എന്നുള്ള രീതിയിൽ ഈ വീഡിയോ എടുത്ത് മാക്സിമം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ദേശാഭിമാനിയിൽ വന്നൊരു വാർത്തയാണ്. ഞാൻ ദേശാഭിമാനി വായിക്കുന്ന ഒരാളൊന്നുമല്ല. ഈ വാർത്ത വന്നത് ദേശാഭിമാനി ആയതുകൊണ്ടാണ്. ഞാൻ വായിക്കുന്ന ഒരാളല്ല കേട്ടോ, നിങ്ങൾ എന്നെ ഒന്ന് വിലയിരുത്തി കളഞ്ഞേക്കരുത്. അത് വായിക്കുന്ന സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ വല്ല പണി ചെയ്യാം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അപകീർത്തി പരാമർശം 24 ന്യൂസ് ചാനൽ എഡിറ്റർ കോടതിയിൽ ഹാജരായി എന്നുള്ള രീതിയിലാണ് വാർത്ത വന്നിരിക്കുന്നത്. തൃക്കാക്കര ചാനൽ ചർച്ചയ്ക്കിടെ CPM ജില്ലാ കമ്മിറ്റി അംഗം KS അരുൺകുമാർ നേരെ അപകീർത്തി പരാമർശം നടത്തിയ കേസിൽ 24 ന്യൂസ് സീനിയർ ന്യൂസ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിം കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായി. കേസ് മെയ് 26 മാറ്റി എന്നുള്ളതാണ്. വസ്തുതാ വിരുദ്ധവും അപകീർത്തിപരവുമായ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് അരുൺകുമാർ വക്കീൽ നോട്ടീസ് അയച്ചെങ്കിലും ഹാഷ്മി മറുപടി നൽകാത്തതിനെ തുടർന്നാണ് അരുൺകുമാർ കോടതിയെ സമീപിച്ചത്. പരാതിക്കാരനെയും സാക്ഷികളെയും വിസ്തരിച്ച കോടതി ഹാഷ്മി പ്രതിയാക്കി കേസെടുത്തു. കോടതി ആവശ്യപ്പെട്ടതനുസരിച്ച് തിങ്കളാഴ്ച ഹാഷ്മി ഹാജരായത്. അരുൺകുമാറിന് വേണ്ടി അഡ്വക്കേറ്റ് P. വർഗീസ് എന്ന് പറഞ്ഞ ഒരാൾ ഹാജരായി. നവകേരള സദസ്സിന് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ്സിന് നേരെ ചെരുപ്പെറിഞ്ഞ കേസിൽ 24 ന്യൂസ് ചാനൽ അവതാരികയെ പ്രതിയേർത്ത സമയത്ത് നടത്തിയ ചാനൽ ചർച്ചയ്ക്കിടെയായിരുന്നു അപകീർത്തി പരാമർശം എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഈ നവകേരള ബസ്സിനെ പറ്റി ഓർക്കുമ്പോൾ തന്നെ ഈ യൂത്ത് കോൺഗ്രസ്സുകാരെയൊക്കെ പിടിച്ചിട്ട് ഇടിക്കുന്ന വിഷ്വൽസാണ് നമ്മൾ കാണുന്നത്. അതെന്തോ വലിയ സംഭവം എന്നുള്ള രീതിയിൽ സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രി തന്നെ അതിനെയൊക്കെ ന്യായീകരിക്കുന്ന കണ്ടു. സ്കൂളിൻ്റെ മതിലൊക്കെ പൊളിച്ച് മുഖ്യമന്ത്രിയുടെ ബസ് കയറ്റിക്കൊണ്ട് പോകുന്നു. എന്തിനാണ് ആ ബസ്സിനകത്ത് ഇവരെല്ലാം കൂടെ യാത്ര ചെയ്തതെന്നും പുറമേ നോക്കാൻ നേരത്തെ സ്റ്റേറ്റ് കാറുകളെല്ലാം വരിവരിയായിട്ട് പോകുന്നു. എന്തായിരുന്നു അതുകൊണ്ടുള്ള ഉപയോഗം എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. എന്തായാലും അങ്ങനെ ഒരു പരിപാടി നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ടായിരുന്നു. കുറേ മതിലുകൾ സ്കൂളിൻ്റെ പൊളിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ കെട്ടിയോന്ന് എനിക്കറിയില്ല. എന്തായാലും അന്ന് പൊളിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബസ് കയറിപ്പോകാൻ വേണ്ടി. ചുമ്മാ കൂടി കയറി നടന്നു പോകാനുള്ള ദൂരേ ഉള്ളായിരുന്നു. അതിനിടയിൽ മൃഗീയമായിട്ട് പ്രതിഷേധിക്കാൻ പറ്റുന്ന ആൾക്കാരെ ഈ ജനാധിപത്യ നാട്ടിൽ ഇടിച്ച് ഇല്ലാതാക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പം യൂത്ത് കോൺഗ്രസ്സുകാർ നിന്നിടി കൊണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ കേസെടുത്തതുമായി ബന്ധപ്പെട്ടുള്ള ഹാഷ്മി താജ് ഇബ്രാഹിമിൻ്റെ പൊട്ടിത്തെറിയാണ് ഇപ്പോൾ കോടതി വരാന്തയിൽ വന്ന് നിൽക്കുന്നത്. പിന്നെ ഈ മാധ്യമപ്രവർത്തകരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് അറിഞ്ഞൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പൂട്ടാവുന്ന കേസൊക്കെ ഉള്ളി മാധ്യമപ്രവർത്തകർ. പിന്നെ ചാനലൊക്കെ വന്നിരുന്നുകൊണ്ട് സുപ്രീം കോടതി ജഡ്ജി കളിക്കുന്ന പ്രവർത്തകനും ഒക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. ചുമ്മാ ഷോയാണ്. ഒരു എക്സാമ്പിൾ പറയാം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു തടിക്കേസ് കേരളത്തിലുണ്ടായിരുന്നു. ഭയങ്കര മുട്ടിൽ മരക്കേസ് അങ്ങനെ എന്തോ ആയിരുന്നു. എൻ്റെ കാട്ടിലെ മരങ്ങളെല്ലാം വെട്ടിക്കൊണ്ട് പോകുന്നൊരു സീനുണ്ട്. അന്ന് നമുക്കറിയാവുന്ന തലയിൽ മുടിയില്ലാത്തൊരു മാധ്യമപ്രവർത്തകൻ മറ്റൊരു ചാനലിൽ ഈ വിഷ്വലി നമ്മൾ ഈ റീക്രിയേറ്റ് ചെയ്യുന്ന കാർട്ടൂൺ പോലെ കാണിക്കുന്ന ഒരു പരിപാടിക്കകത്ത് വണ്ടിയൊക്കെ ഒരു ലോറിയൊക്കെ ഓടിച്ചുകൊണ്ട് വന്നിട്ട് ആ ലോറിക്കകത്തുനിന്ന് ഇറങ്ങിയിട്ട് ടപ്പേ എന്ന് പറഞ്ഞ് ഡയലോഗ് അടിക്കുന്നുണ്ട്. അന്ന് നോക്കുന്നത് ഭയങ്കര ഡയലോഗ്. ഈ മാധ്യമപ്രവർത്തകനിരുന്ന് ഇപ്പം പിടിച്ച് മൂക്കെ കയറ്റിക്കളയെന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ഡയലോഗ് അടിക്കുന്നത് കണ്ടു. വേറെ ചാനൽ ചർച്ചയിൽ ഇരുന്ന് ചില ചാനൽ ഈ ജഡ്ജിമാരെ പോലെ സംസാരിക്കുന്ന ചില സ്ത്രീകളൊക്കെ ഉണ്ട് മാധ്യമപ്രവർത്തകർ. ഡയലോഗ് കേട്ടാത്തൊന്നും സുപ്രീം കോടതി ജഡ്ജിയെ വരെ പിടിച്ച് നിർത്തിയിട്ട് അവർ ജയിലിലടയ്ക്കും എന്നുള്ള രീതിയിലുള്ള ഡയലോഗ് അടിയാണ് ലോകത്തുള്ള കാര്യങ്ങളെ പറ്റിയത്. അവസാനം എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ മറ്റേ പുള്ളിക്കാരൻ പൈസ ഉള്ളായിരുന്നു. മറ്റേ മരമുറി കേസിലെ പുള്ളിക്കാരന് ഞാൻ പുള്ളിക്കാരനെ കുറ്റമൊന്നും പറയത്തില്ല. ക്യാഷ് ഉണ്ട്. പുള്ളിക്കാരൻ ഇൻവെസ്റ്റ് ചെയ്തു. ഒരു ചാനലങ്ങ് മേടിച്ചു. അതിനകത്ത് കുറച്ച് ക്യാഷ് ഇട്ട് കൊടുത്തപ്പോഴത്തേന് അന്ന് വിമർശിച്ച മാധ്യമപ്രവർത്തകരൊക്കെ ഒന്ന് പുള്ളിക്കാരൻ്റെ കീഴിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളി ഇപ്പോൾ അങ്ങോട്ട് ചാടാൻ പറഞ്ഞാൽ അങ്ങോട്ടും ചാടും, ഇങ്ങോട്ട് ചാടാൻ പറഞ്ഞാൽ ഇങ്ങോട്ടും ചാടും. ആ ഒരു കലാപരിപാടിയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തൊന്നും വലിയ കാര്യമില്ല. ജനാധിപത്യത്തിൽ 4 തൂണാണെന്നൊക്കെ ഇവർ ചുമ്മാ വെച്ച് താങ്ങുന്നതാണ്. ഒരു ഗവൺമെൻറ് വിചാരിച്ചു കഴിഞ്ഞാൽ പിടിച്ച് ലോക്കാക്കുന്ന കേസ് മാത്രമേ ഉള്ളൂ സത്യത്തിൽ ഈ മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നത്. ഈ മിണ്ടാനുള്ള സ്വാതന്ത്ര്യം എന്നൊക്കെ നമ്മൾ പറയുമ്പം തന്നെ വേണമെന്നുണ്ടെങ്കിൽ പിടിച്ച് ലോക്കാക്കാനുള്ള കേസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവരുടെയൊക്കെ ഓരോ വ്യക്തിപരമായ ഓരോ രാഷ്ട്രീയമുണ്ട്. ഈ ഹാഷ്മി താജ് ഇബ്രാഹിമിനൊക്കെ എനിക്ക് തോന്നുന്നു ഇടതുപക്ഷത്തിൻ്റെ ചായവുള്ള ഒരു വ്യക്തിയൊക്കെയാണ്. ഇടയ്ക്കൊക്കെ പുള്ളിയുടെ ഉള്ളിൽ കിടക്കുന്ന ചില സാധനങ്ങളൊക്കെ ഇടയ്ക്ക് പുറത്തേക്കും വരാറുണ്ട്. പച്ച, ചുവപ്പ്, നീല എന്നുള്ള രീതിയിലൊക്കെ വരാറുണ്ട്. എന്നാലും പുള്ളിക്കാരൻ്റെ നേരെ ഇപ്പോൾ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ട് പുള്ളിക്കാരൻ കോടതി വരാൻ്റെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ മാധ്യമങ്ങളൊക്കെ ഇടയ്ക്കിടെന്ന് പറയാം പ്രധാനമന്ത്രി മീഡിയ കാണാറില്ല, അല്ലെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി മീഡിയ കാണാറില്ല. ഈ കോർപ്പറേറ്റ് കമ്പനികളെ കണ്ടിട്ട് എന്ത് കൊടുക്കാനാണ്? ഇവർ ചുമ്മാ ഓരോ ചോദ്യമായിട്ട് വരും എന്നല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല.
ഇവരെല്ലാം ഓരോ രാഷ്ട്രീയ അടിമകളാണ്. ഇപ്പം BJPയുടെ കുറച്ച് ആൾക്കാരുണ്ട്, CPMൻ്റെ കുറച്ച് ആൾക്കാരുണ്ട്, ലീഗിൻ്റെ കുറച്ച് ആൾക്കാരുണ്ട്, പിന്നെ വേറൊരു ചാനലുണ്ട് വട്ടം ചുറ്റി എഴുതുന്ന കഥാപ്രസംഗം പറയുന്ന അടുപ്പ് കൂട്ടി ചർച്ചക്കാരുണ്ട്. അത് വേറെ യൂണിവേഴ്സ്, നമ്മുടെ അത് ഒരു പരിധിക്കപ്പുറമുള്ള ടീമാണ്. അത് പെയിൻ്റടിയാണ്, മറ്റേ പെയിൻ്റടി ടീമാണ്. എന്ത് കണ്ടാലും അതിനെ കണ്ടു കഴിഞ്ഞാൽ പെയിൻ്റ് അടിക്കുന്ന ആൾക്കാർ. ഇങ്ങനെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ മാധ്യമപ്രവർത്തകരെന്ന് പറയുമ്പോൾ. അതിനപ്പുറത്തേക്ക് ഈ ടീമിനൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഈ അടുത്ത സമയത്ത് നമ്മൾ കണ്ടുകയാണ്, നമ്മുടെ കൊല്ലത്തുനിന്ന് ഒരു കൊച്ചിനെ കാണാതായി പോകുന്ന കേസ്. ഒരു വീട്ടിൽ പോയിട്ട് ഈ മാധ്യമപ്രവർത്തകൻ അവരുടെ ആ കുട്ടിയെ കൊണ്ടുപോയ ആൾക്കാർ വിളിക്കാൻ നേരത്ത് ആ മൈക്ക് കൊണ്ടുവന്നിട്ട് അവരുടെ പ്രൈവറ്റായിട്ടുള്ള സംസാരം വരെ ലോകത്തെ അറിയിക്കും. നമ്മൾ ഈ അടുത്ത സമയത്ത് നമ്മൾ കണ്ടായിരുന്നു, തിരുവനന്തപുരത്ത് ഒരു പയ്യൻ ഒരു ഫാമിലിയിലുള്ള പലരെയും ഇല്ലാതാക്കുന്ന വീഡിയോ നമ്മൾ കണ്ടു. അതിനകത്തൊരു പെൺകുട്ടി മരിച്ചിട്ടുണ്ട്. ആ പെൺകുട്ടിയുടെ അനിയൻ്റെ അടുത്ത് മരണവാർത്ത അറിഞ്ഞ ഒരു മണിക്കൂർ തികയുന്നതിന് മുമ്പ് ക്യാമറയും കോലുമായിട്ട് പോയി നിൽക്കുന്ന മാധ്യമപ്രവർത്തകർ. ഇവർ എപ്പോഴും എക്സ്ക്ലൂസീവായിട്ടുള്ള സാധനങ്ങൾ പുറത്തേക്ക് വിടാൻ വേണ്ടി ഇവർ കടന്ന് കാണിക്കുകയാണ്. ഇത് ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു വ്യക്തിയും ഈ മാധ്യമപ്രവർത്തകരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. സാറ്റലൈറ്റ് ചാനലിൽ പണിയെടുക്കുന്നു എന്നുള്ളൂ, അല്ലാതെ ഇപ്പം വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവർ വലിയ കോട്ടും ജാടയും വിലയും കാണിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു യൂട്യൂബ് ചാനലുകാരനും ഈ മാധ്യമപ്രവർത്തകരും, ഇന്നത്തെ കാലത്തെ മാധ്യമപ്രവർത്തകവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതൊക്കെ അത്രയ്ക്കേ ഉള്ളൂ. ഇന്ന് ഞാൻ കണ്ടു ഇന്ന് തെലുങ്കാനയിൽ ഞാൻ കണ്ടൊരു വാർത്ത, ഒരു മാധ്യമപ്രവർത്തകൻ മുഖ്യമന്ത്രിയെ വിമർശിച്ചു എന്നുള്ള പേരിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം കോൺഗ്രസ് ആയാലും BJP ആയാലും CPM ആയാലും വേണമെങ്കിൽ പൂട്ടാൻ പറ്റുന്ന കേസൊക്കെ ഉള്ളൂ ഈ മാധ്യമപ്രവർത്തകരെന്ന് പറഞ്ഞാൽ. ചുമ്മാ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഒരു 9 മണിയാകുമ്പോൾ ഒരു കോട്ട് ഇട്ടുകൊണ്ട് വന്നിരുന്ന് ടപ്പേന്ന് പറഞ്ഞ് കുറേ ഡയലോഗ് അടിച്ച് കഥാപ്രസംഗവും പറഞ്ഞ് പോകുന്നു എന്നുള്ളതല്ലാതെ അവർ നല്ല രീതിയിൽ ശമ്പളവും മേടിക്കുന്നു. ഇത്രയേ ഉള്ളൂ, സിമ്പിള്. ഇത് ഇപ്പം 4-ാം തൂണ് 5-ാം തൂണെന്നും പറഞ്ഞ് ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുള്ള പ്രശ്നമേ ഉള്ളൂ. കണ്ട മുതലാളിമാരുടെ കയ്യിൽ നിന്ന്, എന്തും കാണിക്കുന്ന മുതലാളിമാരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗം തൊഴിലാളികൾ. ഇതിനപ്പുറത്തേക്ക് ഒരു കൊമ്പും നഖവും പല്ലും ഇവർക്കൊന്നുമില്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ ഓട വൃത്തിയാക്കുന്നത് ഒരു ജോലിയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഒരു ജോലിയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെയിൻ്റ് അടി ഒരു ജോലിയാണെങ്കിൽ, അല്ലെങ്കിൽ മരപ്പണി ഒരു ജോലിയാണെന്നുണ്ടെങ്കിൽ, അതുപോലൊരു ജോലി മാത്രമാണ് ഈ കഥാപ്രസംഗം വഹിക്കുന്ന ജോലി. അതിനപ്പുറത്തേക്ക് ജനാധിപത്യത്തിന് 4-ാം തൂണ് എന്നൊക്കെ പറയുന്നതിനകത്ത് അർത്ഥമില്ല. എല്ലാ ജോലിയെ പോലൊരു ജോലി, ഇതിൽ കൂടുതലൊന്നുമില്ല. ഇപ്പം ഇതുപോലെ ഇടയ്ക്ക് ഇവരൊക്കെ ഒന്ന് കോടതി വരാതെ ഇപ്പോൾ നിൽക്കുന്നതല്ല. എന്താ അറിയോ, ഒരു വാർത്ത വരാകുമ്പോൾ വെട്ടും പൊട്ടും തിരിയുന്നതിന് മുമ്പ് ആ വാർത്ത എടുത്ത് വെച്ച് ആൾക്കാരെ ഇവരില്ലാതാക്കുന്നൊരു കലാപരിപാടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലെ ഇടയ്ക്ക് ഒരു വാർത്ത വരുന്നത് നല്ലതാണ്. കോടതി വരാതെ പോയി നിൽക്കുമ്പോൾ ഹാഷ്മി പോലുള്ള ആൾക്കാർക്ക് അതിൻ്റെ ഒരു സുഖം കിട്ടും. എന്താണ് കോടതി, പിന്നെ അകത്ത് തന്നെ നേരത്തെ യഥാർത്ഥ ജഡ്ജിയെ അവിടെ കാണാൻ പറ്റും കേട്ടോ. നമ്മൾ ചാനൽ ഫ്ലോറിലെ ജഡ്ജിയല്ലേ, അതല്ലാത്തൊരു ജഡ്ജിയെ നമുക്ക് അവിടെ കാണാൻ പറ്റും. സിമ്പിൾ.